പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഓരോ കേസ് ഡയറി പരിശോധിച്ചാലും മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസ്തത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാഗ്ദാനം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാം. അവിടെ ആ മേഖലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇതിന് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയും. ഇപ്പോൾ ഇവളൊരു ഡേറ്റ് ഇട്ടിച്ച് അത് ഇപ്പോൾ 9 കൊല്ലം മക്കളില്ലാഞ്ഞ ആളാണെന്ന് ഓർക്കണം. 9 കൊല്ലം മക്കളിരുന്ന ആളിനെ ഇവർ പറയണ ഒരു മെയ് മാസം തന്നെ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ഇവൾക്ക് പറ്റുമോ? ഇവൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൈവ സ്പേസ് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്യാൻ സാധാരണ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല, എക്സെപ്റ്റ് കവനൻറ്റ്. അതാണ് എന്തുകൊണ്ട് വൈ ഷുഡ് ടേക്ക് കവനൻറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ചില അപൂർവ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാം, നമ്മളവിടെ നിസ്സഹായരാണ്. ഇപ്പോൾ ഇവർ മെയ് മാസം പറഞ്ഞു. ആ മെയ് മാസം ചിലപ്പോൾ ഒക്ടോബർ ആഴ്ച, മെയ് മാസം ജൂണായി കഴിഞ്ഞാൽ ഇവിടെ IVF എടുക്കേണ്ടി വരും, സംശയമില്ല കാര്യത്തിൽ. അപ്പം അവിടെ സമയത്തിന് മേലെ അധികാരമുള്ള സഞ്ചാരി മാതാവിന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതെന്താ സമയത്തിന് മേലെ അധികാരമാണ് കാണുന്നത്. മെയ് മാസം ഇവളെ കുറിച്ച് കൊടുത്ത ഡേറ്റാണ്, അല്ല മാതാവ് കുറിച്ച് കൊടുത്ത ഡേറ്റ് അല്ല. മെയ് മാസം ഇച്ഛായ മെയ് മാസം അമ്മയുടെ ദിവസമാണ്. മെയ് മാസം ഒന്ന് കഴിയട്ടെ, മെയ് മാസത്തിൽ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് പിന്നെ അങ്ങനെ പ്രത്യാശിക്കാനേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ടതാരാണ്? ദൈവമാണ്. അപ്പം ദൈവത്തിന് മാത്രം ഇറങ്ങി നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവം തന്നെ ചെയ്യണം. അപ്പം അതെന്ത്, ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസന്ധരും പ്രയോജനമുള്ള ദാസന്മാരെയും മാറണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങള് ദൈവം ചെയ്യുന്നതിനായി ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. എയിലിൻ കോട്ടയം എന്നും പറഞ്ഞ് ഒരു ജർമ്മൻ വിദ്യാർത്ഥിയാണ്. ഇന്ന് ജർമ്മനിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയണത്, ഇവർക്ക് ജന്മന കേൾവി 25% ഇല്ല. ജന്മന കേൾവി 25% ഇല്ല. ആ ടെസ്റ്റ് ചെയ്തതാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂട്ടുകാർക്ക് എല്ലാവരും വീട്ടുകാർക്ക് അറിയാം ഇവർക്ക് പകുതി കേൾവിയേ ഉള്ളതെന്നറിയാം.
അപ്പോൾ ഇവരെല്ലാം ധരിച്ചിരിക്കണ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വാക്സ് വരും ചെവിയിൽ നിന്ന് എപ്പോഴും. അപ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും, 6 മാസം കൂടുമ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കേൾവി ഉണ്ടല്ലോ. അപ്പോൾ അവൾ വിചാരിക്കും ക്ലീൻ ചെയ്ത കൊണ്ടാണ് കേൾക്കണമെന്ന് വിചാരിക്കും. ചെറിയ കേൾവി ഉണ്ട്, 75% കേൾവി ഉണ്ട്, ഫുള്ളായിട്ട് കേൾവിയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതിങ്ങനെ ചെവിയും കൊണ്ട് ഇരണ്ടി വരും. ചെറിയ ശബ്ദം കുറച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ രഹസ്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജന്മമാണ്, ഒരു ജീവിതമാണ്. അപ്പം അത് ഈ വാക്സ് ക്ലീൻ ചെയ്തിട്ടും പിന്നെ കേൾവി അത്ര മെച്ചപ്പെടാതെ ആകുമ്പോഴാണ് ഇവർ ടെസ്റ്റ് ചെയ്യണത്. ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് പറയുന്നത് 20% കേൾവിയുള്ളൂ എന്ന് പറയും. അത് പിന്നെ ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സിസ്റ്റുണ്ട് തലയിൽ, ചെവിഞ്ഞരമ്പിന് കർണഞരമ്പിന് സിസ്റ്റുണ്ട്. പിന്നെ അത് സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന എന്തോ ഒരു ബ്രെയിനിൽ എന്തോ ഒരു വിഷയമുണ്ട്. അത് ഓപ്പറേഷൻ കൊണ്ടും ശരിയാകണത് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ പാതി കേൾവിയും കൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജർമ്മനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ചികിത്സക്ക് പിന്നെ ഒരു ചികിത്സ എടുത്തിട്ട് പിന്നെ ലീവിന് പോയപ്പോൾ ചികിത്സ എടുക്കുമല്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു കേസ് സ്റ്റോറി എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ദൈവം എങ്ങനെയാണ് ഈ ഉടമ്പടി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നും സ്റ്റിയർ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഉടമ്പടിക്കാരെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശ്രദ്ധയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളും വീണ്ടും പഴയ ആൾക്കാരായിട്ടല്ല ജീവിക്കണത്, ശ്രദ്ധയില്ലാതെയാണ് ജീവിക്കണത്. പലപ്പോഴും രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യല്, സന്ധ്യ ഉടമ്പടി പ്രാർത്ഥന ചെയ്യല്, പല രോഗികളൊക്കെ കണ്ട് കുറച്ച് പത്രമൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ സാധാരണ 50% അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പിന്നെ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഉടമ്പടി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് വ്യക്തിയാണെന്നുള്ള ബോധം വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം എന്താ ദൈവത്തിന് തോന്നണം നിങ്ങൾ ഉടമ്പടിയിലാണെന്ന്. എന്നാൽ ഇത് എളുപ്പമാണ്. ഇവരിങ്ങനെ വൃത്തിമനായിട്ട് ഉടമ്പടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ വൃത്തിമനായിട്ട് ഉടമ്പടി ചെയ്യുന്ന കാരണം ഇവർ ഒരു സ്പെഷ്യൽ ഒരു ആശുപത്രി ചെന്നപ്പോൾ വേറെ എന്തോ അസുഖത്തിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നത്. അവിടെ ഈ കേൾവിക്കുള്ള 20% കുറവ് ആ ഡോക്ടറിനോട് പറയും ഇവർ. ഞാൻ ആശുപത്രി പേരൊന്നും പറയണില്ല, അത് ശരിയല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ അപ്പൻ, ഈ എയിലിൻ്റെ അപ്പൻ ഡോക്ടറിനോട് പറയും, ആ ഇയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലാണ്. അതിക്ക് മുമ്പ് ഇവരൊരു പണി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം ചെവി തേക്കും, പ്രാർത്ഥിച്ച്. ചെവിയുടെ അകത്തൊഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ തേച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് എവിടെ തേച്ചാലും നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവും. അല്ല മണ്ണാക്കി തന്നെ കൊണ്ട് ഒഴിക്കണം നിർബന്ധമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസമാണ് അപ്ലൈ ചെയ്യണം. ഉടമ്പടി തൈലത്തിനല്ല ഹീൽ ചെയ്യണത്. ഉടമ്പടി തൈലത്തെ ബ്ലെസ് ചെയ്ത് ദൈവമാണ് നിങ്ങളെ ബ്ലെസ് ചെയ്യണത്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തിൽ വേണം അപ്ലൈ ചെയ്യാൻ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്ന ഹൃദയത്തിൽ ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിലാണ് ഇത് വിശ്വപ്രമാണം ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത്. അല്ല വെറുതെ ഇങ്ങനെ എണ്ണ തൂക്കണ പോലെ, മരുന്ന് തൂക്കണ പോലെ, ഓയിൻമെൻ്റ് ഇടണ പോലെ ഇടരുത്. ബുദ്ധിബോധമില്ലാത്ത കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ആപ്ലിക്കേഷൻസ് എന്ന് വേണ്ടത് ഫെയ്ത്താണ് ആപ്ലിക്കേറ്റ് ചെയ്യണത്, അല്ലാതെ ഓയിലല്ല ആപ്ലിക്കേറ്റ് ചെയ്യണത്. ഇന്ന് ഈ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.
എൻ്റെ പേര് സിനി ജേക്കബ്. ഞാൻ വരുന്നത് കാണക്കാരി എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ ഇടവക രത്നഗിരിയാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭർത്താവ് സെബാസ്റ്റ്യനും എൻ്റെ മകള് എൽഡയുമാണ്. ഞാനിവിടെ 2022 മെയ് 26 വന്നാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന 5 നിയോഗങ്ങളും എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ ആദ്യമായി തന്നെ സാധിച്ചു തന്നു. ഞാൻ അന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാനൊരു ചെറിയ പാരാമെഡിക്കൽ സ്കൂൾ നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കവിടെ സ്റ്റുഡൻസ് വളരെ കുറവായിരുന്നു. ഞാനപ്പോൾ അമ്മയോട് അമ്മേ ഒരു 30 കുട്ടികളെ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ വർഷം അമ്മ 30 കുട്ടികളെ തന്നു. അത് മുതൽ ഇന്ന് ഈ നാൾ വരെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ സ്കൂളിൽ കുട്ടികളെ തന്നെ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പം പഠിക്കാൻ ഇച്ചിരി മടിച്ചായിരുന്നു. ടീച്ചേഴ്സൊക്കെ ജയിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. അപ്പോഴവൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്രിൻസിപ്പളൊക്കെ വഴക്ക് പറയായിരുന്നു അവളെ. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് +2 നല്ല വിജയശതമാനം കിട്ടുകയും അവൾ നല്ല രീതിയിൽ പാസ്സാവുകയും ചെയ്തു. CBSE ആയിരുന്നു അവൾ പഠിച്ചിരുന്നത്. അതിനുശേഷം അവൾക്ക് അടുത്ത പഠനം അവൾക്ക് BEdന് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞങ്ങൾക്കത് താല്പര്യമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊച്ചിനോട് പറഞ്ഞു നമുക്ക് BSc നഴ്സിങ്ങിന് പോകാമെന്ന്. അവൾക്കൊരു താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞതിനെ അനുവദിക്കുകയും അപ്പോൾ അവളൊരു ഡിമാൻഡ് വെച്ചു അവൾക്ക് കേരളത്തിൽ പറ്റിയല്ല, കേരളത്തിന് വെളിയിൽ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ഡിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് NBR എന്ന് പറയുന്ന കോളേജിൽ ചെല്ലുകയും അവിടുത്തെ അന്തരീക്ഷം അവൾക്ക് ഇഷ്ടപ്പെടുകയും അവളവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അവളവിടെ BSc നഴ്സിങ്ങിന് പഠിക്കുന്നു. അവൾ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മിലെ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു, ഞാൻ ജയിക്കത്തില്ല, ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ ഭയപ്പെടേണ്ട, അമ്മ ഉടമ്പടിയിലാണ്, നിൻ്റെ മാതാവാണ് നിന്നെ പരീക്ഷ എഴുതിക്കണത്, നീ അല്ല എഴുതുന്നത്, നീ ഒന്നും പേടിക്കണ്ട, നിനക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അവൾ അവിടുത്തെ സെക്കൻഡ് ടോപ്പറായിട്ട് വിജയിച്ചു. അതുപോലെ അവളുടെ സെക്കൻഡ് സെമ്മ് ആ എക്സാമിലും അവൾ നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് വിജയിച്ചു. ഇപ്പോൾ 3rd സെം എക്സാം എഴുതിയിട്ട് അവൾ ഇരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് അവളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇപ്പോൾ അവൾ 2ാമത്തെ ഉടമ്പടി പുതുക്കുകയും ചെയ്തു. ഞാൻ 10ാമത്തെ തവണയാണ് ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ ഭർത്താവിന് ഷുഗറിൻ്റെ അസുഖമുള്ളത് കൊണ്ട് കാലിന് സെൻസേഷൻ വളരെ കുറവാണ്. ചെറിയൊരു വൂണ്ട് കാലിൽ വന്നിട്ട് കാലിൻ്റെ ആ മുറിവ് ഞാൻ ഇവിടുത്തെ പരിശുദ്ധ തൈലം തൂത്ത് ആ മുറിവ് ഉണങ്ങിയതാണ്. ഉണങ്ങി വന്നപ്പോൾ അതിന് മുകളിലൊരു ഒരു ഇത് കണ്ടുകൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടുപോയി ഡയബറ്റിക്കിൻ്റെ മൊത്തം ചെക്ക് ചെയ്തിട്ട് മൊത്തം ടെസ്റ്റിങ് ചെയ്ത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ സർജിക്കൽ പ്ലേ വെച്ചത് കുത്തി കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് ബ്ലഡ് വന്നു. അപ്പോൾ പറഞ്ഞു പഴുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. മാതാവിൻ്റെ തൈലം തൂത്ത് ഉണങ്ങിയ മുറിവ് ഡോക്ടറെ അടുത്ത് പോയതുകൊണ്ടായിരിക്കാം പിറ്റേ ദിവസം അത് പഴുത്ത് ഇൻഫെക്ഷനായി കഴിഞ്ഞപ്പം ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേനും പനിയും വിറവലും ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും പുള്ളിയെ ഭയങ്കര സ്വെറ്റിങ്ങൊക്കെ വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഷുഗർ നോക്കുമ്പോൾ 450, ജീവിതത്തിൽ ഇതുവരെ വരാത്ത ഷുഗർ. രാവിലെ തന്നെ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർക്ക് തന്നെ പേടിയായി, സംശയമായി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മെഡിസിൻ മാറിക്കൊടുത്തു, പിന്നെ ഇൻസുലിൻ കൊടുത്തു, കുറവൊന്നും കാണുന്നില്ല. ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്തു. അപ്പോഴൊക്കെ വിശുദ്ധ തൈലവും മാതാവിൻ്റെ കാശിരവും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു. ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടി. എങ്കിലും ഡോക്ടർ പറഞ്ഞു ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ വേണം. ഉടനെ തന്നെ ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് കാഷ്വാലിറ്റി കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വർഷത്തെ അമ്മയുടെ കാശിരൂപം പോക്കറ്റിലിട്ട് കൊടുത്തിരുന്നു. വിശുദ്ധ തൈലം തൂത്താണ് ഞാൻ കയറ്റിയത്. അവിടെ എല്ലാ ടെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ടെല്ലാം നെഗറ്റീവായിട്ട് പരിശുദ്ധ അമ്മ തന്നു. ഞങ്ങൾക്ക് ആർക്ക് എന്ത് അസുഖം വന്നാലും അന്നേരം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും പറയും മക്കളെ തൈലം തൂത്ത് പ്രാർത്ഥിക്കുക, നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ശരിയാണ്, പരിശുദ്ധ അമ്മയാണ് ഞങ്ങളെ നയിക്കുന്നത്. അമ്മ എപ്പോഴും കൂടെയുണ്ടിരിക്കുന്ന നല്ല വിശ്വാസമാണ്. ഞാനാണെങ്കിൽ ഭയങ്കര ദേഷ്യവും കോപവും ഒക്കെ ഉള്ള ആളായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതുപോലെ ടെൻഷൻ, എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഞാനങ്ങോട്ട് ടെൻഷൻ കയറുവാണ്. എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ടെൻഷനേ ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ എന്ത് അസുഖം വന്നാലും ഞാൻ അന്നേരം വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്.
അവിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് ആശ്വാസമാണ് കിട്ടുന്നത്. അതുപോലെ ഞങ്ങളൊരു സ്ഥലം മേടിക്കണമെന്നത്, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവുമുണ്ട് വീടുമുണ്ട്, എങ്കിലും ഞങ്ങൾക്ക് റോഡ് സൈഡിൽ PWD റോഡ് സൈഡിലൊരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് PWD റോഡ് സൈഡിൽ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലം കിട്ടുകയും അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഭവനം പണി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് നല്ല ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പേരൻസ് വന്ന് ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ അവരോട് ഞാൻ പറയും, കൃപാസനത്തിലൊരു അമ്മയുണ്ട്, അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാൻ സാക്ഷിയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ്. നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഭിക്കും. ഒരുപാട് കുട്ടികളുടെ പേരൻസ് ഓരോരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇവിടെ വരികയും അവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുകയും അവർ ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്രങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാത്തിനും എൻ്റെ ഒപ്പം എൻ്റെ ഭർത്താവുണ്ട്. അതുപോലെ ഞങ്ങൾ എന്നും ദിവസം തോറും ഞങ്ങൾ ദീപബലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോവോ മടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവാണ് എന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങൾ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ചൈതന്യത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ സഹായം തേടി വരുന്നവരെ ആരെയും ഉപേക്ഷിക്കാറില്ല. പിന്നെ ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ പോവുകയും അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ വന്ന് ഈ തിരുക്കുമാരൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ വന്ന് ഈ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ബിന്ദു M. ജേക്കബ്. മകൾ റൂത്ത് റാഹേൽ ജോയ്. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസത്തിലാണ്. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളായിരുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം മകൾ വിദേശത്തായിരുന്നു, അവിടെയാണ് പഠിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ പഠനം കഴിഞ്ഞത് 2024 ആഗസ്റ്റ് മാസത്തിലാണ്. അപ്പം ഞങ്ങളുടെ ജീവിത ഭദ്രതയ്ക്കും ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു ജോലി അധികം വൈകാതെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും, ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു, വീണ്ടും ഇവിടെ വന്ന് പുതുക്കിക്കൊണ്ടുവരുന്നു, പിന്നെ എല്ലാ മാസവും വരുമായിരുന്നു. അപ്പം ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനിവിടെ വന്ന് ആഗസ്റ്റിലാണ് പഠിച്ചിറങ്ങിയത്. ഒക്ടോബർ 30 മുമ്പ് ഞാനൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഒരു NHS ജോബ് കിട്ടണമെന്ന്. പക്ഷെ അത് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് NHS ജോബ് ഒക്ടോബർ 30 മുമ്പ് കിട്ടണമെന്ന്. അപ്പോൾ ആളെന്നോട് പറഞ്ഞത് അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടി ഉടമ്പടി എടുത്തിരുന്നു, ഓൺലൈൻ ഉടമ്പടി അവിടെ നിന്ന് എടുത്തിരുന്നു. അന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന അന്ന് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച തന്നെയായിരുന്നു ഇൻ്റർവ്യൂ കിട്ടിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അത് അവിടുത്തെ നാഷണൽ ഹെൽത്തിലാണ്, NHS. അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് മുമ്പ് വരുന്നതിന് മുമ്പെങ്കിലും ഈ ജോലി കിട്ടിയെന്ന് ഒരു അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛനിങ്ങനെ പറഞ്ഞു, കണ്ണീരിനും കാത്തിരിപ്പിനും ഒക്കെ ഒരു ഫലമായിട്ട് 6 പേരുള്ള പേരാകാം, നമ്പറാകാം, സ്ഥലമാകാം, അങ്ങനെയുള്ള അതിനെയെല്ലാം ദൈവം ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മകളുടെ പേര് റൂത്ത് എന്നാണ്. ഞാനത് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ അവളോട് പറയുകയും ചെയ്തു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അഖണ്ഡ ജപമാല റാലി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ ജോലി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജെനറ്റിക്സ് ആണ് പഠിച്ചത്. ആ ജെനറ്റിക്സിന് മെഡിക്കൽ ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അറിയിപ്പ് കിട്ടി. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. കാരണം ഞങ്ങൾക്ക് കുട്ടിയുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. രണ്ടാമതായി, ഞാൻ 1.5 മാസം മുമ്പ് ഇവിടെ വന്നു. ഉടമ്പടിയൊക്കെ പുതുക്കിയായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും മുമ്പ് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഒരു 12 ലക്ഷം രൂപയോളം പെട്ടെന്ന് കൊടുക്കേണ്ടതായൊരു ബാധ്യത ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മുമ്പിൽ മാർഗങ്ങളോ വഴികളോ
ആളുകളോ നമുക്ക് മുമ്പിലില്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട്, ഒരു കുട്ടി അമ്മയോട് പറയുന്ന പോലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ മാർഗങ്ങളില്ല, വഴികളില്ല, എനിക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അമ്മ എനിക്ക് വഴി തെളിച്ച് തരണം. അമ്മ ഇത് ഏറ്റെടുത്ത്, ഞാൻ അമ്മയെ ഏൽപ്പിച്ച് ഈ കാര്യം ഏറ്റെടുത്ത് എനിക്കത് നടത്തി തരണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ തേക്കുമായിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് തന്നെ അറിയില്ല, അത്ഭുതകരമായിട്ട് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഈ 12 ലക്ഷത്തിൻ്റെ ബാധ്യത ഒരു ലോണായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അത് തീർന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നു നിന്ന് ഈ സാക്ഷ്യം പറയുന്നത്. പിന്നെ 2 പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഉടമ്പടി വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മളെ ഉറപ്പ് തരണമെന്നോ അറിയിക്കണമെന്നോ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം രാത്രി ഒരു പുലർച്ചെ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് രാത്രി മുഴുവൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഇന്നെനിക്ക് ഒരു അടയാളം കാണിച്ചു തരണം, എൻ്റെ വിഷയങ്ങളിൽ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുലർച്ചെ ഒരു 3 മണി സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് നെറ്റിയിൽ വന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ കാണുന്നത് അച്ഛൻ വന്ന് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് എന്നോട് പറയുകയാണ്, തൈലം തേച്ചാൽ മതി, അതേ പറഞ്ഞുള്ളൂ, എല്ലാം ശരിയാകും, തൈലം പുരട്ടിയാൽ മതിയെന്ന്. ഒന്നത്. 2, വീണ്ടും ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറഞ്ഞു എനിക്കൊരു അനുഭവം കൂടെ കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു സ്വപ്നത്തിൽ, കാലേബ് ജോസഫ് ട്രസ്റ്റ് ഇത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാലേബ് കാനാൻ ദേശം കണ്ടതാണെന്നും ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തി മന്ത്രിയാക്കിയതാണെന്നും അത് വിശ്വസിക്കണമെന്നുമാണെന്ന്. ഇതാണ് എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ ദൈവിക അനുഭവങ്ങൾ. മാത്രമല്ല ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാം പരിശുദ്ധമ്മയുടെ കാവൽ എപ്പോഴും എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് 4 മക്കളാണ്. എപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം, അതാണ് എനിക്ക് സാധിക്കുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു, കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, വൃദ്ധരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ, കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ യാത്രകൾ, ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ യാത്രകളിൽ അത്യാവശ്യമെന്ന് തോന്നുന്നവർക്കും കാണുന്നവർക്കും ആഹാരം കഴിക്കാനുള്ള പൈസ കൊടുക്കുക, അങ്ങനെയൊക്കെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഞാൻ മൂലമോ എൻ്റെ കഴിവ് മൂലമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരിപാലനവും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ജീവിതം മുന്നോട്ട് പോകുന്നത്.